ചേലക്കരയിലേക്ക് പോകുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കുവാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ചേലക്കരയിലെ സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും പ്രവർത്തകരും. സുനിൽ അരിമാനൂരാണ് നമ്മളോടൊപ്പം ചേലക്കരയിൽ നിന്നും ചേരുന്നത്. സുനിൽ, വോട്ടെണ്ണാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സജ്ജീകരണങ്ങൾ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഗുരി, ചേലക്കര നിയോജക മണ്ഡലത്തില് വോട്ടെണ്ണൽ നടക്കുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്നലെ മുതൽ തന്നെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായാണ് നടന്നത്. ഇന്നിപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേരും. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് ഏത് രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരവരുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെയുള്ള ഒരു വിശദീകരണം റിട്ടേണിംഗ് ഓഫീസർ നൽകും. ഉപവരണാധികാരികൾ ഓരോ ടേബിളിന് ചുമതല നൽകിയിട്ടുണ്ട്. ഈ ഉപവരണാധികാരികളുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കാണ് ആദ്യം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. 19 ടേബിളുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം എണ്ണി തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. ഇതിനായി 4 ടേബിളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത് ETPBS ഒരു ടേബിളാണ്. അതായത് നേരത്തെ തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഈ ഭിന്നശേഷിയുള്ളവരുടെയും 80 വയസ്സിന് മുകളിലുള്ളവരുടെയും ഒക്കെ വീടുകളിൽ പോയി വോട്ട് രേഖപ്പെടുത്തി സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എണ്ണുന്നതിന് വേണ്ടി ഒരു ടേബിൾ വരുന്നത്. പിന്നെ വരുന്നത് EVM വോട്ടുകൾ എണ്ണുന്നതിനായിട്ടുള്ള 14 ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഓരോ ടേബിളിനും ഓരോ ഉപഭരണാധികാരികളുടെ ചുമതലയിലാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥാനാർത്ഥിയുടെയും ഇന്നേജന്റുമാരും ഈ ഓരോ സ്ഥലത്തും ഉണ്ടാവും. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ് നൽകിയിട്ടുള്ളവരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. കൃത്യമായി ഓരോ മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പിന്റെ ഫലം മാധ്യമങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കൃത്യമായ വോട്ടെണ്ണൽ ഹാളിനകത്ത് ഈ പറയുന്ന ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിക്കുകയില്ല. ഓരോ ടേബിളിലും വോട്ടെണ്ണൽ കൃത്യമായി വീഡിയോയിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. 9 മണിക്ക് ശേഷം തന്നെ കൃത്യമായ ഒരു ലീഡ് നമുക്ക് അറിയാൻ സാധിക്കും. തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി UR പ്രദീപ് ചേലക്കരയിലുള്ളത്. കാരണം അത്തരത്തിൽ ഉള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മണ്ഡലത്തിൽ. അതിന്റെ ഒരു ഫലം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതേസമയം തന്നെ 20 വർഷം കൊണ്ട് LDFന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം അട്ടിമറിയിലൂടെയെങ്കിലും ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കാൽക്കുലേഷനും വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നിലകൊള്ളുന്നത്. സിന്ദൂരി.